അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കുട്ടീസിനൊക്കെ പറ്റിയൊരു ഐറ്റമായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ നല്ല ലുക്കില്ല. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ വഴുതനങ്ങയാണ്. നല്ല ഈസി ആയിട്ട് തോന്നി. ഞാൻ ഏതൊരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടാണ്, നല്ല ഇഷ്ടമായി കണ്ടപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കി നോക്കി. ഞാൻ ഓവനിലും ചെയ്തിട്ടുണ്ട്, പിന്നെ പാത്രത്തിലും ചെയ്തിട്ടുണ്ട്. ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിന് മുകളിൽ പാൻ വെച്ചിട്ടാണ് ആദ്യം ചട്ടിക്ക് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ബട്ടർ പേപ്പർ വെക്കുക. ആദ്യം ഓയിൽ പരട്ടിട്ടല്ലേ ബട്ടർ പേപ്പർ വെക്കുക. ഇതിന് വേണ്ടിയിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിലാണ് ഓയിൽ പരട്ടിയത് മാത്രം. പിന്നെ ഇതേപോലത്തെ വഴുതനങ്ങ എടുത്തിട്ടുള്ളത്. അധികം കനം കുറച്ചിട്ടല്ലാണ്ട് കുറച്ചൊരു കട്ടിയോട് കൂടിയിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കുക. ഞാനിതിൽ എരിവിനായിട്ട് കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. എനിക്കിത് കഴിച്ച് നോക്കിയപ്പോൾ തോന്നി പച്ചമുളകും ക്യാപ്സിക്കും ഒക്കെ ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഞാനൊരു ടീസ്പൂൺ കുരുമുളകും ഉപ്പും ഒലിവ് ഓയിലും എടുത്തിട്ടുണ്ട്. ഏത് ഓയിലായാലും മതി, ഒലിവ് ഓയിലാകുമ്പോൾ ഒന്നും കൂടി നല്ലത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സ് വഴുതനങ്ങൻ്റെ മുകളിൽ പരട്ടിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ അരിഞ്ഞ തക്കാളി നമുക്ക് വഴുതനങ്ങൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുക. പിന്നെ മെയിൻ ഐറ്റം വേണ്ടത് ബർഗർ ചീസും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് കെച്ചപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടെടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഓവനിൽ വെച്ചപ്പോൾ ഇത് 2 മിനിറ്റ് കൊണ്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ചീസൊക്കെ മൾട്ടായിട്ട് വന്ന് വഴുതനങ്ങ വേഗം വേവുമല്ലോ. മറ്റേ പാനിൽ വെച്ചപ്പം ഞാൻ ആദ്യം തന്നെ തീ കൂട്ടി വെച്ചിരുന്ന് ഇത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 25 മിനിറ്റോളം എടുത്തിട്ടോ ശരിക്കും മൾട്ടായിട്ട് വരാൻ. ഇതൊക്കെ കണ്ടില്ല, ഇത് ഓവനിൽ വെച്ചതാണ്. 2 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് വന്ന്. പിന്നെ ഇത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് തരണം തന്നെ അടിയിൽ പിടിക്കില്ല. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പാനിൽ മാത്രമാണെങ്കിൽ വഴുതനങ്ങ വേഗം അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. ചീസൊക്കെ മൾട്ടാകുമ്പോഴത്തേക്ക് ബട്ടർ പേപ്പറിൽ വെച്ച് തരണം നമുക്ക് എടുക്കാനും ഈസി ഉണ്ട്. ഇതാ നല്ല ഈസി ആയിട്ട് വന്ന് നല്ല ഈസി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു ഓവനിലാകുമ്പോൾ 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഇതിൽ പാനിലാകുമ്പോൾ 10-20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് വീഡിയോ എടുക്കുന്നതിന് മുമ്പിലേക്ക് നല്ല സ്മെല്ലാണ്. സ്പൂണൊക്കെ എടുത്ത് തൊട്ട് ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും.